മിസ്റ്റർ രാജശേഖരൻ തമ്പിയുടെ കൃത്യനിർവഹണത്തെയും ആത്മാർത്ഥയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ കൊള്ളക്കാരനായ ഗംഗയെ വിട്ടയച്ചത് ഗുരുതരമായ കുറ്റമാണ്. അയാൾ ഈ നാടിന്റെ ചാവുമാണ്, പോലീസിന്റെ ഏറ്റവും വലിയ തലവേദനയും. നിരായുധനായ അയാളെ കിട്ടിയപ്പോൾ അറസ്റ്റ് ചെയ്യാമായിരുന്നു. കൊള്ളക്കാർക്ക് ആയുധം കൊടുക്കുന്നതിലും റിപ്പോർട്ടുകൾ എത്തിച്ചു കൊടുക്കുന്നതിലും പോലീസിന്റെ പേരിൽ ഇപ്പോൾ തന്നെ പല ആക്ഷേപമുണ്ട്. ആ നിലയ്ക്ക് ഗംഗയെ വിട്ടയച്ചത് കൂടുതൽ ആക്ഷേപങ്ങൾ കാരണമാകും. ഇതേപ്പറ്റി തമ്പിക്ക് പറയാനുള്ള എന്താണെന്ന് കേൾക്കാം. ഗംഗ കൊള്ളക്കാരനാണ്, പക്ഷേ അയാൾക്കൊരു ഹൃദയമുണ്ട്. സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടായാൽ തിരുത്തിയെടുക്കാവുന്ന ഒരു മനുഷ്യനാണ് അയാൾ എന്നെനിക്ക് തോന്നി. മിസ്റ്റർ തമ്പിയുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സുഖമുണ്ട്, പക്ഷെ അത് പ്രയോഗിക്കാൻ പറ്റില്ല. മാത്രമല്ല, പോലീസിന്റെ ഭാഷയും ഇതല്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, അതിന് കിട്ടാത്ത ഭീകരന്മാർ കൊല്ലപ്പെടണം. പോലീസ് ആക്ട് അനുസരിച്ച് ഗംഗയെ വിട്ടയച്ചത് ഗുരുതരമായ കുറ്റമാണ്. എക്സ്ക്യൂസ് മീ സർ, ഏത് നിമിഷവും ഗംഗയെ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുവരാൻ എനിക്ക് കഴിയും. അതിനു മുമ്പ് എനിക്ക് ചിലത് പറയാനുണ്ട്. എത്രയോ കൊള്ളക്കാരെ നാം വെടിവെച്ചു കൊന്നു, എത്രയോ പേരെ പിടിച്ച് ജയിലിലിട്ടു. എന്നിട്ടും കൊള്ളക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. അത് ദിവസം തോറും കൂടുന്നതേ ഉള്ളൂ. എത്രയോ പോലീസുകാർ കൊല്ലപ്പെട്ടു, എത്രയോ കുടുംബങ്ങൾ നിരാലംബമായി, എത്രയോ ഗ്രാമങ്ങളാണ് പ്രതികാരവരിയിൽ കൊള്ളക്കാർ ചുട്ടരിച്ചത്. ഇത് പരിഹരിക്കാൻ നമുക്ക് മറ്റു മാർഗങ്ങൾ നോക്കിക്കൂടെ? തോക്കിന്റെയും ലാത്തിയുടെയും ഭാഷ മാത്രമല്ല പോലീസിന്റേതെന്ന് നമുക്ക് തെളിയിച്ചുകൂടെ? വാട്ട് ഡു യു മീൻ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആരും കുറ്റക്കാരാകാൻ മനഃപൂർവ്വം ആഗ്രഹിക്കുന്നില്ല. സാഹചര്യങ്ങളാണ് അങ്ങനെ ആക്കി തീർക്കുന്നത്. അവർക്ക് നല്ലൊരു ജീവിതം കൊടുത്താൽ സമൂഹത്തിലേക്ക് അവർ തിരിച്ചു വരുമെന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. വിനോബാജി തെളിയിച്ചതുമാണ്, നമ്മുടെ സർക്കാർ സമ്മതിച്ചതുമാണ്. ഗംഗയും കൂട്ടരെയും അങ്ങനെ തിരുത്തിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഗവൺമെന്റിന്റെ അനുവാദം കിട്ടിയാൽ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു സർ.